കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്ര ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ചു. പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി മോദി സർക്കാരിന്റെ ശ്രമമാണിതെന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദശകത്തിൽ 54.18 ലക്ഷം കോടി ആദായ നികുതി പിരിച്ചെടുത്ത സർക്കാർ ഇടത്തരക്കാർക്ക് ചെറിയ നികുതി ഇളവ് വാഗ്ദാനം ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു. 12 ലക്ഷം രൂപ വരെയുള്ള ഇളവ് പ്രതിവർഷം 80,000 രൂപ ലഭിക്കുമെന്ന് ധനമന്ത്രി തന്നെ അവകാശപ്പെടുന്നു. അതായത് പ്രതിമാസം വെറും 6,669 രൂപ. അതേസമയം രാജ്യം മുഴുവൻ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടുകയാണ്. എന്നാൽ മോദി സർക്കാർ തെറ്റായ പ്രശംസ തേടുന്ന തിരക്കിലുമാണ്. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവർക്കായി ബജറ്റിൽ കൃത്യമായ നടപടികൾ ഇല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് വലിയൊരു ചുവടുവെപ്പ് മോദിജി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള മാർഗരേഖയുമില്ല. കാർഷികോൽപ്പന്നങ്ങൾക്ക് GSTയിൽ ഇളവില്ല. ആരോഗ്യ, വിദ്യാഭ്യാസം, ദളിത്, ആദിവാസി പിന്നോക്കക്കാർക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവയ്ക്ക് പദ്ധതികളില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോ ഉപഭോഗം കുറയ്ക്കുന്നതിനോ ഉള്ള പരിഷ്കാരങ്ങളുടെ അഭാവവും ഖാർഗെ ചൂണ്ടിക്കാട്ടി. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങളെ അദ്ദേഹം വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി തള്ളിക്കളഞ്ഞു. മൊത്തത്തിൽ ഈ കേന്ദ്ര ബജറ്റ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള മോദി സർക്കാരിന്റെ മറ്റൊരു ശ്രമം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.